ഇൻഷാ അല്ലാഹ് നമ്മളെ വാടാനപ്പള്ളി ഉസ്താദ് ഉണ്ട്. നമുക്ക് ഈ വാടാനപ്പള്ളി ഉസ്താദ്, കേൾവിക്കാരൻ ഉസ്താദ് തുടങ്ങിയ ഉസ്താദ്മാരെക്കാളൊക്കെ 1.5 മണിക്കൂറെങ്കിലും വെയ്യവരാണ് ഞാൻ കുമ്മോടി ഉസ്താദൊക്കെ. നിങ്ങളുടെ നാട്ടിലാണല്ലോ, അതുകൊണ്ട് ഉള്ള സമയത്ത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞാൽ ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി സമയത്ത് മറ്റു ഉസ്താദുമാരെല്ലാവരും ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ചോദിച്ചത് നല്ലൊരു ചോദ്യം. ഈ പറഞ്ഞ ചോദ്യം പലപ്പോഴും പുത്തൻവാദികൾ ഉന്നയിക്കുകയും അത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്കും എതിരെ എടുത്തിടുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണത്. സത്യത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മരിച്ച വീടുകളിൽ അല്ലെങ്കിൽ മയ്യത്തിന് വേണ്ടി, അത് മരിച്ച വീട്ടിൽ നിന്ന് ഓതലാകട്ടെ അല്ലാത്തതാകട്ടെ, എന്തായാലും മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുന്നത് കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് ഷാഫി ഇമാമ പറഞ്ഞതായി ഇബ്നു കസീറിൽ കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇബ്നു കസീറിന്റെ ഇബാറത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സുഹൃത്തെ? ഞാൻ ചോദിക്കുകയാണ്, ഇബ്നു കസീറിന്റെ ഇബാറത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹലോ, ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് അടിക്കി. ഇബ്നു കസീറിൽ എന്താ ഉള്ളത് എന്ന് ആ വരി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓർമ്മയില്ല. ഓക്കെ, എന്നാലിതാ ഇബ്നു കസീറിന്റെ ഇബാറത്ത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് അടിച്ചാൽ മതി. എനിക്കത് എടുക്കാനും നോക്കാനും കൂടി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. പറയാനും എടുക്കാനും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഉസ്താദ്മാർ ആരെങ്കിലും ആ ഇബാറത്ത് ഒന്ന് കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിച്ചാൽ അത് മൂപ്പർക്കൊന്ന് കാണാലോ. സത്യം പറഞ്ഞാല് ഇബ്നു കസീർ എന്നല്ല ഏത് കിതാബിലും ഷാഫിഈ മദ്ഹബായി ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ഒരു കാര്യമാണ്. അത് ശർഹ് മുസ്ലിമിൽ നിന്ന് ഇത് അബൂറഫ അവിടെ അടിച്ചത് കാണാം. അടിച്ചതിനെ പറ്റി തന്നെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷയം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാവുന്ന നിലക്കാണ് ഞാൻ അതിലേക്ക് പോണത്. അമ്മാ ഖിറാഅത്തുൽ ഖുർആനി, മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുന്ന വിഷയം ചർച്ചപ്പെടുത്താൻ ഫൽ മശ്ഹൂറു മിൻ മദ്ഹബി ഷാഫിഈ, ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം, ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം എന്താകുന്നു? അന്നഹു ലാ യസിലു സവാബുഹാ ഇലൽ മയ്യിത്തി, ആണോ? അതിന്റെ പ്രതിഫലം മയ്യത്തിലേക്ക് എത്തുകയില്ല എന്നാണ്. വഖാല ബഅദു അസ്ഹാബിഹി, എന്നാൽ ഷാഫിഈ മദ്ഹബിലെ പല പണ്ഡിതന്മാരും പറഞ്ഞു യസിലു സവാബുഹാ ഇലൽ മയ്യിത്തി, അതിന്റെ പ്രതിഫലം മയ്യത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. വദഹബ ജമാഅത്തും മിനൽ ഉലമാഇ, എന്നാൽ ഉലമാക്കളിൽ പലരും അഭിപ്രായപ്പെട്ടു. എന്ത് അല്ല, ഇത് ഇബ്നു കസീറിന്റെ ഇബാറത്താണോ ഉസ്താദെ? ആണോ? ഇലാ അന്നഹു യസിലു, ഇതിനെ പറ്റിയല്ല ചോദിക്കുന്നത്, വേറെ പാടാൻ. ഓക്കെ, ഇബ്നു കസീർ. പിന്നെ കണ്ടോ, പബ്ലിക്കിൽ അടിച്ചാൽ ഒന്നുകൂടി സഹായകമാകും. പബ്ലിക്കിൽ അടിച്ചാൽ മതി, എന്നാ പിന്നെ എല്ലാവർക്കും കാണാലോ. അന്നഹു ലാ യസിലു വദഹബ ജമാഅത്തു മിനൽ ഉലമാഇ ഇലാ അന്നഹു യസിലു ഇലൽ മയ്യിത്തി സവാബു ജമീഇൽ ഇബാദാത്തി മിനസ് സ്വലാത്തി വസ്സൗമി വൽ ഖിറാഅത്തി വഗൈരി ദാലിക. അപ്പൊ ഇവിടെ ശർഹ് മുസ്ലിമാണ് നബവി ഇമാമിന്റെ. ഇതിൽ 3 സംഗതികളാണ് പറയുന്നത്. ഒന്ന് ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം അതിന്റെ പ്രതിഫലം മയ്യത്തിലേക്ക് എത്തുകയില്ല എന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം ഷാഫിഈ മദ്ഹബിലെ മറ്റൊരു അഭിപ്രായം തന്നെ അതിന്റെ പ്രതിഫലം എത്തുമെന്നാണ്. ഉലമാക്കളിൽ വലിയ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് എന്താണ്? പല ഈ ഖുർആനോത്ത് എന്ന് മാത്രമല്ല പലതിന്റെയും പിന്നെ പ്രതിഫലങ്ങൾ, പല ഇബാദത്തുകളുടെയും പ്രതിഫലങ്ങൾ എത്തും എന്നാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുത്തൻവാദികൾ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാനേ ഷാഫി ഇമാമിന്റെ ഒരു ഇബാറത്ത് ഞാൻ വായിച്ചുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഷാഫി ഇമാമിന്റെ ഒരു ഇബാറത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞൊരു കാര്യമാണ്. ഷാഫി ഇമാമിനെ തൊട്ട് പറയുന്നു,
കേട്ടോളൂ. യുസ്തഹബ്ബു ലിസാഇരിൽ ഖുബൂരി, ഖബർ സന്ദർശിക്കുന്നവർക്ക് സുന്നത്താണ് അൻ യഖറഅ മാ തയസ്സറ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് സാധിക്കുന്നത് ഓതൽ, വയദ്ഉ ലഹും, ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യലും, അഖിബഹ, ഓതിയ ഉടനെ. നസ്സ അലൈഹി ഷാഫിഈ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കേട്ടത്? ഇത് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഷാഫി ഇമാം പറഞ്ഞത് മക്ബറയിൽ ചെന്നാൽ ഓതണം എന്നാണോ ഓതണ്ട എന്നാണോ? നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ വായിച്ചത് ഇമാം നബിയുടെ ഷറഹുൽ മുഹദ്ദബിൽ നിന്നാണ്. ഈ ഇബാറത്തിൽ ഷാഫി ഇമാം പറയുന്നത് ഓതണം എന്നോ ഓതണ്ടാന്നോ? ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് നബി ഇമാം പറഞ്ഞു നസ്സ അലൈഹി ഷാഫിഈ, ഷാഫി ഇമാം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളി, ഷാഫി ഇമാം മാത്രം പറഞ്ഞതാണോ? അല്ല, വത്തഫഖ അലൈഹിൽ അസ്ഹാബു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അസ്ഹാബ് ആ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. അപ്പൊ ഷാഫി ഇമാമും അസ്ഹാബും എല്ലാം പറഞ്ഞത് മഖബറയിൽ ചെന്നാൽ ഖുർആൻ ഓതണം തന്നെയാണ്. കേട്ടോ? വസാദ ഫീ മൗളിഇൻ ആഖറ, എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഷാഫി ഇമാം പിന്നെ വഇൻ ഖതമുൽ ഖുർആൻ അലൽ ഖബരി കാന അഫ്ളല, കണ്ടോ, എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഖുർആൻ ഖത്മ് ചെയ്താൽ അതായത് പൂർണ്ണമായും ഓതിയാൽ അതാണ് നല്ലത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതണം എന്നാണോ പറഞ്ഞത്, ഓതണ്ട എന്നാണോ പറഞ്ഞത്? ശ്രോതാക്കളെ, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒന്നടിക്കുക. അദ്ദേഹത്തിന്റെ സംശയത്തിന് ഞാൻ മറുപടി പറയും. അതിന് മുന്നേ ഷാഫി ഇമാം എന്താ പറഞ്ഞത് നമുക്ക് തീരുമാനാക്കുക. ഓതണം എന്നാണോ പറഞ്ഞത്, ഓതണ്ട എന്നാണോ ഇപ്പൊ ഷാഫി ഇമാം പറഞ്ഞത്? ഓതണം എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ പൊരുൾ, അതിലടങ്ങിയിട്ടുള്ള വസ്തുത എന്താണ്? അവിടെ ഞങ്ങളോട് ചോദിച്ചു, ഇബ്നു കസീറിന്റെ ഇബാറത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം, ഓതിയാൽ ഫലമില്ല എന്ന് ഒറ്റ കിതാബിലും ഇല്ല. ഷാഫി മദ്ഹബ് പറഞ്ഞത് ഓതിയാൽ ഫലമില്ല എന്നല്ല. ഷാഫി ഇമാം പറയുന്നത് എന്താണ്? അതന്നെ ഞാൻ പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിക്കും. ഷാഫി ഇമാം പറയുന്നത്, അല്ലെങ്കിൽ ഷാഫി മദ്ഹബിലെ അഭിപ്രായം, പിന്നെ മഷ്ഹൂറായ അഭിപ്രായം, ഓതിയാൽ ഫലമില്ല എന്നല്ല. പിന്നെന്താണ്? ഇവിടെ അടിച്ചല്ലോ, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി ഇസ്തംബത്ത ഷാഫിഈ അന്ന യഹ്ദാ അൽ ഖിറാഅത്തി അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗത അന്ന ഇഹ്ദാഅ സവാബിൽ ഖിറാഅത്തി ലാ യസ്ലു സവാബുഹ ഇലൽ മൗത. അങ്ങനെയാണ്. മരിച്ചവർക്ക് എന്തുണ്ടാവില്ല? അതിന്റെ പ്രതിഫലം എത്തുകയില്ല എന്നാണ് ആ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു വിഷയത്തിന്റെ പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് ഒരു ഫലം ഉണ്ടാവില്ല എന്നല്ല. പ്രതിഫലം കിട്ടൂല എന്ന് പറഞ്ഞാൽ ഒരു ഫലം കിട്ടൂല. ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ? സവാബ് എന്ന പദത്തിന്റെ അർത്ഥം പ്രതിഫലം എന്നാകുന്നു. പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? പ്രതിഫലം എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നതിന്റെ കൂലിയായി, പ്രത്യുപകാരമായി കിട്ടുന്നതാണ്. അതല്ലേ പ്രതിഫലം എന്ന് പറഞ്ഞാൽ? അതല്ലേ? ഈ ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, ഇവിടെ ആരും ഇല്ല, എല്ലാരും ഹയാത്തിലില്ല. ഇവിടെ ആരും ഒരു ജവാബും കാണുന്നില്ലല്ലോ. അതോ ബൈലക്ഷൻ എന്തോ പ്രശ്നമുണ്ടോ? ശരി. ഇവിടെ ഇങ്ങോട്ട് താമസമുണ്ട്, അവിടെ നിന്നുള്ള അടി കണ്ട് കാണാനായി. ഞാൻ പറഞ്ഞതേ, ഇവിടെ നോക്ക്, പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഗതി ചെയ്താൽ അതിന് പ്രതിഫലമായി ലഭിക്കുന്നത്. അപ്പൊ ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു പ്രവർത്തനത്തിന്റെ കൂലിയായി കിട്ടുന്നതിനാണ് പ്രതിഫലം എന്ന് പറയുക. അതേ സ്ഥാനത്ത് ഫലം അങ്ങനെയല്ല. അപ്പൊ ഇവിടെ പ്രതിഫലം കിട്ടുമോ ഇല്ലേ എന്നുള്ളടത്താണ് ചർച്ച. പ്രതിഫലം കിട്ടുമോ? അവിടെ ഷാഫി ഇമാം പറഞ്ഞത് ഒരു പണി എടുത്തവൻക്കാ കൂലി ഇട്ടുള്ളത്, അതുകൊണ്ട് ഖുർആൻ ഓതിയവൻക്കാ പ്രതിഫലം കിട്ടുക. മനസ്സിലായോ? ഷാഫി ഇമാം പറയുന്നത് അപ്പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പ്രതിഫലം കിട്ടുന്നത് ആർക്കാണ്? ഖുർആൻ ഓതിയവൻക്കാണ്. അതിന്റെ അവകാശി അയാളാണ് എന്നാ. ഖുർആൻ ഓതിയേക്കാളോ അതിന്റെ പ്രതിഫലം വാങ്ങാനുള്ള അവകാശം. അതാണ് ഷാഫി എന്ന് പറഞ്ഞാൽ പണിയെടുത്തവൻക്കാണ് കൂലിയിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഫലമുണ്ടോ ഇല്ലേ? ഫലമുണ്ട്. അതുകൊണ്ടാണ് ഷാഫി ഇമാം പറഞ്ഞത് മഖ്ബറയിൽ ചെന്ന ഓതണമെന്ന്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു അത്തർ കച്ചവടക്കാരൻ, ഞാൻ അത്തർ വിൽക്കുകയാണ്. അത്തർ വിൽക്കുന്ന സമയത്ത്
ആ അത്തർ ഞാൻ നിങ്ങൾക്ക് കൈമാറിയാൽ അതിന്റെ പ്രതിഫലം കിട്ടുക എനിക്കാണ്. അല്ലെ? അത്തറിന്റെ വിലയാണ് പ്രതിഫലം, അത് കിട്ടുക എനിക്കാണ്. പക്ഷെ ഒരു അത്തർ കച്ചവടം നടക്കുമ്പോ അതിന്റെ ഫലം ആർക്കെല്ലാം കിട്ടുമെന്നറിയോ? അവിടെ കൂടിക്കണ പല മനുഷ്യന്മാർക്കും കിട്ടും. കാരണം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോണ്ടാവും ഒരു സ്മെല്ല്. അത്ര ഒഴിച്ചു കൊടുക്കുമ്പോഴേ അതിനൊരു സ്മെല്ല് ഉണ്ടാവും. അതാ കച്ചവടത്തിന്റെ ഫലമാണ്. മനസ്സിലായോ? അതാ കച്ചവടത്തിന്റെ ഫലമാണ്. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും വലതികയിലൊക്കെ ക്ലീനിങ്ങിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ക്ലീനിങ് തൊഴിലാളികൾ. ഈ ക്ലീനിങ് ലേബർമാര് വന്നിട്ട് ഇവിടെയുള്ള ഈ പറഞ്ഞ ഓടകളും അതുപോലെ തന്നെ വേസ്റ്റ് കൊട്ടകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം വാങ്ങുന്നത് ആ തൊഴിലാളികളാണ്. പക്ഷേ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നാട്ടുകാർ മുഴുവനുമാണ്. നിങ്ങൾക്ക് മനസ്സിലാണ്ട? അപ്പോ ഫലം അനുഭവിക്കുന്നത് വേറെ. തമിഴ്നാട്ടിലെ തൊഴിലാളികൾ കേരളത്തിൽ വന്നിട്ട് എന്താ കൂടെ പൈപ്പ് ലൈൻ ഇടണം. പൈപ്പ് ലൈൻ ഇടുമ്പോ അതിന്റെ പ്രതിഫലം വാങ്ങണത് ആരാണ്? ആ പൈപ്പ് ലൈൻ ഇടുന്ന തമിഴ് തൊഴിലാളിമാരാണ്. അതിന്റെ ഫലം വാങ്ങണത് ആരാ? ആ ഗ്രാമീണരായ നാട്ടുകാരാണ്. കണ്ടോ? ഇതാണ് ഫലവും പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്ന വിഷയത്തിലാണ്. ഫലം കിട്ടുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഇമാം ഷാഫിക്ക് തർക്കമേ ഇല്ല. അതുകൊണ്ടാണ് മഖ്ബറയിൽ ചെന്നാൽ ഖുർആൻ ഓതണം എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണ്. രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്ന ചർച്ചയിൽ തന്നെ അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രതിഫലം കിട്ടാനുള്ള അർഹൻ ആ പണിയെടുത്തവനാണ് എന്നാ. അതേ സ്ഥാനത്ത് ഞാനൊരു ജോലി ചെയ്ത്, ആ ജോലി ചെയ്തപ്പോ എനിക്ക് കൂലി കിട്ടി. എനിക്ക് കിട്ടിയ പൈസ ഞാൻ വേറെ ആർക്കും കൊടുത്തുവിടാന്നില്ല, അങ്ങനെ കൈമാറിയാൽ അയാൾക്ക് കിട്ടും. പക്ഷെ എന്റെ ജോലിക്ക് കൂലി വാങ്ങാനുള്ള അവകാശം മറ്റൊരാൾക്കില്ല. അതേ സ്ഥാനത്ത് ഞാനത് ദാനം ചെയ്താലോ അത് വേറൊരാൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യന് അവൻ ചെയ്തത് മാത്രമേ അവകാശമായി ഉള്ളൂ എന്നാണ് മുഫസ്സിരീങ്ങളും ആലിമീങ്ങളും ആ ആയത്തിന് അർത്ഥം വെച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം കിട്ടേണ്ടത് ഓതിയവനാണ്. എന്നാൽ ഫലമോ ആർക്കൊക്കെ കിട്ടും? ഖുർആൻ കേട്ടവനക്ക് ഫലം കിട്ടും, അല്ലെ? അത് ഹയാത്തുള്ളവൻ കേട്ടാ അങ്ങനെ കിട്ടും. മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയിട്ട് ആ ഖുർആൻ ഓതുന്നതിന്റെ ഫലം മദീനക്ക് മൊത്തം കിട്ടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ട്. എന്താ കാരണം? ആകാശത്തിൽ നിന്ന് മലായിക്കത്ത് ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇറങ്ങും. ആ ഇറങ്ങി വരുന്നത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിറ്റേന്ന് വിഷയം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ ഓത്ത് നിർത്താതെ ഓതിയിരുന്നുവെങ്കിൽ ആ മലായിക്കത്ത്, ആ സക്കീനത്ത് മദീനയിൽ ഇറങ്ങുമായിരുന്നു, മദീന നിവാസികൾക്ക് അത് കാണാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓതിയതിന്റെ ഫലം ആ നാട്ടുകാർക്ക് മൊത്തം കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ ജീവിച്ചിരിക്കുന്ന ആളെടുത്ത് വെച്ച് ഖുർആൻ ഓതുമ്പോ അതിന്റെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട്. അത് കേൾക്കുന്നതിന് ഫലമുണ്ട്, അതുപോലെ തന്നെ അത് മനസ്സിലാക്കുന്നതിന് ഫലമുണ്ട്, എല്ലാറ്റിനും ഫലമുണ്ട്. മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ഓതുമ്പോൾ ആ മയ്യത്തിനും അള്ളാഹുവിന്റെ കലാം അവിടെ വെച്ച് ഓതുന്നതിന്റെ ഫലം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മഖ്ബറയിൽ ചെന്നാൽ നിങ്ങൾ ഖുർആൻ ഓതണം എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഈ വസ്തുത മനസ്സിലാക്കാതെ മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചും മഖ്ബറയിൽ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചും ഷാഫി ഇമാമിനെ എതിര് പറഞ്ഞിരിക്കണെന്ന് കാള പറ്റൂ നേക്കുമ്പോഴേക്കിന് കയറെടുക്കണ കുറച്ച് ആൾക്കാരുണ്ട്, ഓല് പറഞ്ഞെടുക്കണം. കുറച്ചോനെ ചോദിച്ച ഷിനോജ് ഇവിടെ ഇല്ല, ഉണ്ടെന്നുണ്ട്. ഷിനോജ് താഴെ ഉണ്ട്. ഇപ്പൊ ഷിനോജിന് ഈ വിഷയ സംബന്ധമായി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ മൈക്കൂ. കേൾക്കാമല്ലേ? ഹലോ, കേൾക്കാമോ? ഇബാറത്ത് എനിക്കിപ്പം കിട്ടിയ വേറെ ആരും അടിച്ചതെന്നല്ല, ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തതാണ്. ഞാൻ അതൊന്ന് വായിച്ചിട്ട് അതൊന്ന് ആ സംശയം ഒന്നും കൂടെ ദൂരീകരിക്കാം. ഇവിടെ പറഞ്ഞത് ഒമിൻ ഹാദിഹില്ലായ ആയത്തുൽ കരീമ ഇസ്തംബത്ത ഷാഫി റഹ്മഹുല്ലാഹ് വമൻ ഇത്തബാഹു അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗത എന്നാണ്. സവാബ് കിട്ടൂല, അല്ലെങ്കിൽ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഓതിയാൽ മയ്യത്തിന് ഇത് ഫലം കിട്ടൂല എന്നോ ഖബറിൽ വെച്ച് ഓതിയാൽ കിട്ടൂല എന്നോ അല്ല.
അതിന്റെ സവാബ് ഹദിയ ചെയ്താൽ മയ്യത്തിലേക്ക് എത്തൂല. അത് ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മളിപ്പം വീട്ടിലൊക്കെ വെച്ച് 3-ാം പാത്തിയയ്ക്കും അതുപോലെ 40-ാം ഖത്തത്തിനും അതിനുമൊക്കെ നമ്മൾ ഖുർആൻ ഓതി മയ്യത്തിന് വേണ്ടി അത് ഹദിയ ചെയ്യുമല്ലോ. ആ ഹദിയ അത് ഓതിയതിന്റെ പ്രതിഫലം ഹദിയ ചെയ്താൽ കിട്ടൂല എന്നാണ് പറയുന്നത്, അടുത്ത് വെച്ച് ഓതുന്നതിനെ കുറിച്ചല്ല. അതാണ് ആ സംശയം വന്നത്. ഓക്കെ ഓക്കെ, നല്ലൊരു സംശയം. ഞാനതിന് മറുപടി അറിയാം. സംശയം ഇങ്ങനെ നന്നാകുമ്പോഴല്ലേ മറുപടി നന്നാകുക. സംശയം മുടിയായ പിന്നെ മറുപടി വടിയായി പോവും. അതങ്ങനെ തന്നെ ഉണ്ടാകുക. അതിപ്പോ നല്ല സംശയം ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ നല്ല മറുപടി ഉണ്ടാവും. അല്ലാഹു തആല നല്ലത് പറയാനും ചോദിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അപ്പൊ ഇപ്പൊ പറഞ്ഞത് എന്താ വെച്ചാല് അതിന്റെ സവാബിനെ ഇഹ്ദാ ചെയ്താൽ എത്തില്ല എന്ന് ഷാഫി ഇമാമ് പറഞ്ഞു എന്നാണ്. ഇത് ഷാഫി ഇമാമ് പറഞ്ഞു എന്ന് നിങ്ങൾ ഉദ്ധരിച്ചത് ഇബ്നു കസീറിൽ നിന്നാണ് അല്ലെ? പക്ഷെ ഇബ്നു കസീർ ഷാഫി ഇമാമ് പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഷാഫി ഇമാമ് പറഞ്ഞതിനെ ആര് തെറ്റിദ്ധരിച്ചു? ഇബ്നു കസീർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഷാഫിഈ മദ്ഹബ് വിശദീകരിക്കേണ്ടത് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഹദാമി ഹാദൽ ഫന്ന് എന്ന് പറയുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഹദാമി ഹാദൽ ഫന്ന് എന്ന് പറഞ്ഞാല് ചിലർക്കൊക്കെ അത് മനസ്സിലാവും, ചിലർക്കത് മനസ്സിലാവൂല. അതായത് ഷാഫിഈ മദ്ഹബില് നേവി ഇമാം ഒരു വിഷയം പറഞ്ഞിരിക്കണമെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ആലോചിക്കണ്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതൻ അതാണ് ഇമാം നേവി. ഇതാ കാലത്ത് ഹദാമി ഫസദ്ദിഖൂഹാ ഫഇന്നൽ ഖൗല മാ കാലത്ത് ഹദാമി എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിലെ ഹദാമിയാണ് ഇമാം നേവി എന്ന് പറയും. ആ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് ഷാഫി ഇമാം ഇഹ്ദാ ചെയ്ത കൂലി കിട്ടൂല എന്നല്ല ഷാഫി ഇമാം പറഞ്ഞത്. ഇമാം ഷാഫി പറയുന്നത് ഓതിയാൽ അതിന്റെ സവാബ് ഓതിയവനിക്കാണ് കിട്ടുക. അതേ സ്ഥാനത്ത് ഇഹ്ദാ ചെയ്താൽ കൂലി കിട്ടൂല്ലേ? നബി ഇമാമിന്റെ അദ്കാർ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഇഹ്ദാ ചെയ്താൽ കൂലി കിട്ടുമോ ഇല്ലയോ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, അതുകൊണ്ട് മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാൽ അവിടെ വേണ്ടത് അല്ലാഹുമ്മ ഔസിൽ സവാബ ഹാദിഹിൽ ഖിറാഅ ഇലാ ഫുലാനിൻ വ ഇലാ ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഷാഫിഈ മദ്ഹബിലെ മുജ്തഹിദുൽ ഫത്വ വ തർജീഹ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അപ്പൊ ഷാഫി ഇമാമ് അതിന്റെ സവാബ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ആ അഭിപ്രായം ഷാഫി ഇമാമ് പറയുന്നത് ഇഹ്ദാ ചെയ്താലും കിട്ടില്ല എന്ന നിലക്ക് ഇബ്നു കസീർ മനസ്സിലാക്കിയെടുത്താണ് കുഴപ്പം സംഭവിച്ചിട്ടുള്ളത്. അത് ഞാൻ അങ്ങനെ പറയാം, ഞാനല്ല ഇബ്നു കസീറിനെ തിരുത്തണം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയത് സക്കരിയ സലാഹി നബി ഇമാമിനെ ഷാഫി ഇമാമിനെ തിരുത്തി പറഞ്ഞാൽ ഞാൻ ഇബ്നു കസീറിനെ തിരുത്തല്ല, ഞാനല്ല തിരുത്തിയത്. ഇബ്നു കസീർ അപ്പറഞ്ഞതല്ല ഷാഫിഈ മദ്ഹബ് എന്ന് ഷാഫിഈ മദ്ഹബിലെ അവസാന വാക്കായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സംഗതി മനസ്സിലായി കാണും. കാരണം ഇബ്നു കസീർ ഷാഫി മദ്ഹബിലെ അവസാനത്തെ വാക്കോ അങ്ങനെ അഭിപ്രായം പറയുന്ന മുജ്തഹിദുൽ ഫത്വ വ തർജീഹോ ഒന്നുമല്ല. അതിന്റെ ആൾ ആരാണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അങ്ങനെയുള്ള മഹാന്മാരാണ്. ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ഞാനിപ്പോ പറഞ്ഞ അദ്കാറിന്റെ ഇബാറത്ത് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഇവിടെ അടിച്ചു കൊടുത്താൽ സംഗതി വളരെ ഉപകാരമാവും. എനിക്കത് പറയലും അത് തിരയലും രണ്ടും കൂടി ചെയ്യൽ കുറച്ച് പണിയാവും വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് ഇവിടെ ഒന്ന് അടിച്ചു കൊടുത്താൽ വളരെ ഉപകാരവും. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ട് പറയുന്നത്, അതുകൊണ്ട് നല്ലത് അള്ളാഹുവെ ഇന്ന ആളുടെ ഹദറത്തിലേക്ക് ഇന്ന ആളിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ് നല്ലത് എന്ന് ഖിറാഅത്തിന്റെ സവാബ് മയ്യത്തിലേക്ക് എത്താനുള്ള വഴിയായി ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായം. ഓക്കെ, ഞാൻ മൈക്ക് കൂട്ടും.